നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് വേണ്ട. ഉറങ്ങുന്നതിന് മുമ്പ് പാലുടിക്കുന്ന ശീലം എനിക്കില്ല. നന്ദു കുടിച്ചോ? രാത്രി ഉറങ്ങുമ്പോ പാല് കുടിക്കുന്ന ശീലം എനിക്കും ഇല്ല. ഇതൊരു നാട്ടു നടപ്പല്ലേന്ന് ഓർത്താ. അല്ല, എന്തായിരുന്നു ചേച്ചി അനിയത്തിയും തമ്മിലൊരു ചർച്ച? അങ്ങനെ ഇപ്പൊ കാര്യമായിട്ടൊന്നുമില്ല. പുതിയ ജീവിതമല്ലേ, അതിന്റെ ഓരോരോ ഗൗരവവും കാര്യങ്ങളൊക്കെ പറയായിരുന്നു. ആണോ? കണ്ടിട്ട് പക്ഷേ വളരെ സീരിയസ് ആയിട്ട് എന്തോ ഡിസ്കഷനായി തോന്നി. ഈ വീട്ടിലെ ആദ്യത്തെ മരുമകളല്ലേ സുമി ചേച്ചി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സുമി ചേച്ചിക്കല്ലേ എന്നെക്കാളും അറിയുന്നത്. അതൊക്കെ പറയായിരുന്നു. എന്തൊക്കെയാ പറഞ്ഞത്? കേക്കട്ടെ. വേറൊന്നുമല്ല, എല്ലാവരെയും അറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറണം, പിന്നെ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെയൊക്കെ. എന്റെ സ്വഭാവം സുമി ചേച്ചിക്ക് നന്നായിട്ട് അറിയാലോ, അതുകൊണ്ടായിരിക്കും. നിനക്കിനെ ആരുടെയും ഒരു ഉപദേശത്തിന്റെ ആവശ്യമില്ല. എന്റെ ഭാര്യ നന്ദു, നീ ഇപ്പോ നിന്റെ എല്ലാ കാര്യങ്ങളും ഒരു കുറവും വരാതെ നോക്കാൻ ഞാനുണ്ട്. അമ്മയും അച്ഛനും സഹോദരങ്ങളും ഒക്കെ ജീവിതത്തിലെ ആദ്യത്തെ പ്രയോറിറ്റി ആയിരിക്കുന്നത് കല്യാണത്തിന് മുമ്പ്. എന്റെ കാര്യം പറഞ്ഞ ഇന്നു മുതൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് നീയും ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞുമായിരിക്കും. അത് കഴിഞ്ഞ് അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉള്ളൂ. എനിക്കും അങ്ങനെ തന്നെ നന്ദീഷേട്ടാ. എന്റെ ഭാഗത്തുനിന്നുണ്ടായിപ്പോയ വലിയ തെറ്റുകളുണ്ടെന്ന് എനിക്കറിയാം. പക്വതയില്ലാതെ ഞാൻ പെരുമാറിപ്പോയ എത്രയോ അവസരങ്ങളുണ്ട്. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ കരടായി പോലും അവശേഷിക്കാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആ തെറ്റുകളൊക്കെ തിരുത്താനുള്ള സമയമാണ് ഇനി. നിന്നെ വേദനിപ്പിച്ചു പോയതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യാനായിരിക്കും ഇനി എന്റെ ജീവിതം. ഞാൻ കാരണം നീ ഒരുപാട് അനുഭവിച്ചെന്ന് എനിക്കറിയാം. എന്തിനാ ഇനി അതൊക്കെ ഓർക്കുന്നത് നിതീഷേട്ടാ? അതൊന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ല. എന്തൊക്കെ പറഞ്ഞാലും നിതീഷേട്ടൻ എന്നെ കൈവിട്ടില്ലല്ലോ. എന്നെയും എന്റെ കുഞ്ഞിനെയും ജീവിതത്തിൽ ചേർത്ത് പിടിച്ചില്ലേ. ഇനി എനിക്ക് എന്താ പരാതിയുള്ളത്? ഇതിൽ കൂടുതൽ ഇനി ഒന്നും എനിക്ക് വേണ്ട. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്റെ തെറ്റുകളെല്ലാം നീ പുറത്തത്. നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഞാൻ കൂടുതൽ കൂടുതൽ കുറ്റബോധത്തിലാവുകയാണ്. കഴിഞ്ഞു പോയതിന്റെ കയ്പെല്ലാം ഈ മനസ്സിൽ നിന്ന് എനിക്ക് മായ്ച്ചു കളയണം നന്ദിത. മതി, ഈ വാക്കുകൾ മാത്രം മതി. എന്റെ മനസ്സിൽ ഒരു കരടും ഇല്ല നിതീഷേട്ടാ. സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ മനസ്സിൽ കരടുകൾ ബാക്കിയാണടി. നിനക്കിതിൽ കൂടുതലൊന്നും വേണ്ടായിരിക്കും. പക്ഷെ നിന്നിലൂടെ നേടിയെടുക്കാനുള്ള എന്റെ ആവശ്യങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാം നേടിയെടുത്ത് ഗിരിധര നമ്പ്യാരെ തകർത്തെറിയുന്നത് വരെ ഈ നാടകം തുടരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛനും അമ്മയും വസുമതി അമ്മയും എല്ലാവരും ആ സ്നേഹവും കരുണയൊക്കെ കാട്ടിയിട്ടേ ഉള്ളൂ. അതിന് നിങ്ങൾ ഓരോരുത്തരോടും കൈകൂപ്പി നന്ദി പറയണമെന്നുണ്ട്. പക്ഷെ അതിന് നിവൃത്തിയില്ല. എങ്കിലും നിങ്ങളെയൊക്കെ എനിക്ക് കാണാം, നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാം. അതിനനുസരിച്ച് ചിരിക്കാം, കരയാം, ഓരോന്ന് ആലോചിക്കാം. ജീവിച്ചിരിക്കാന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യ. മരണത്തിൽ നിന്ന് മടങ്ങി വരുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ. ജീവിതത്തിന്റെ വില അറിയണമെങ്കിൽ മരിക്കണമെന്ന്. എന്തൊരു തമാശ അല്ലേ?
പ്രീതി, അർജുനേട്ടൻ പേടിക്കണ്ട. തലയ്ക്ക് വട്ടൊന്നുമില്ല. സന്തോഷം കൊണ്ട് മതി മറന്നപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. മോളെ, എടോ, ഡോക്ടർ പുറത്തേക്ക് വരാൻ പറഞ്ഞു. ഏട്ടാ പോരെ? അച്ഛാ ഞാനിപ്പോ വരാം. എന്താടി ഗൗരവത്തിലൊരു ആലോചന? ഹേയ് ഒന്നുമില്ല. ഇങ്ങോട്ട് നീങ്ങി നിക്കടി. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? നിന്നോടാ പറഞ്ഞ പ്രീതിയുടെ മുന്നിലേക്ക് നീങ്ങി നിൽക്കാൻ. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? നിന്നെ കണ്ടുകൊണ്ടിരുന്നാലേ പ്രീതിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമെന്ന്. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? ഇത് ചോറൂണ് ചടങ്ങല്ലേ? നൂലുകെട്ട് ഓർമ്മയില്ലേ നിനക്ക്? എന്റെ തങ്കക്കെട്ടിക്ക് എന്റെ മനസ്സിലായോ? പാമാൻഡി, ഒരു നാടോടി സ്ത്രീ കുഞ്ഞിനെ കട്ടോണ്ട് പോകുന്നു. എന്തായി? സുസ്മിത സമയത്ത് കണ്ടതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല രാഘവേട്ട. നിർത്ത്. ഒരു വിധവയെ കൊണ്ട് ഈ മംഗളകർമ്മം ചെയ്യിക്കുന്നത് ശരിയാണോ തിരുമേനി? പകവീട്ടലാണല്ലേ? എനിക്കും ചാൻസ് കിട്ടും. ഇല്ലടി, ഇനി നിനക്ക് ചാൻസേ ഇല്ല. അതിന്റെ സൂചനയാ പ്രീതിക്ക് ബോധം വന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഉണ്ടായ സത്യങ്ങളൊക്കെ പറഞ്ഞാ വേറെ വിചാരണയൊന്നും ഉണ്ടാവില്ല. എന്നെ ഈ വീടിന്റെ ഉത്തരത്തിൽ തന്നെ കെട്ടിത്തൂക്കും പാമാൻഡി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ ഞാൻ വീണ്ടും കൊല്ലും. നിന്നെ ആയാലും. ഡോക്ടർ ക്ഷമിക്കുമെങ്കിൽ ഞാനൊരു കാര്യം കൂടി പറയാം. പ്രീതിയാണെന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും സുസ്മിതയെ ഫോൺ ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം അവൾ നന്നായിട്ട് വരണ്ടിട്ടുണ്ട്. അല്ല, ആരെയാ വിളിക്കുന്നത്? നിനക്കെന്നെ മനസ്സിലായില്ലേ സുസ്മിതേ? നിന്റെ തൊട്ടപ്പുറത്തെ റൂമിൽ കിടക്കുന്ന എന്നെ. പ്രീതിയുടെ ശബ്ദം ഞാനൊന്ന് അനുകരിച്ചെന്നേ ഉള്ളൂ. പല ഫോൺ കോളും ഞാൻ ഈ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്തായതുകൊണ്ട് സുസ്മിത നിൽക്കുന്ന സമയവും സാഹചര്യവും ഒക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോ അവൾ ശരിക്കും ഭയന്നു. ഓരോന്നിനും അപ്പപ്പ വിവരങ്ങൾ തന്നു കൂട്ടുനിന്നത് പൊന്നിയ. അതുവഴി ചില മാജിക്കുകൾ കാണിക്കാനും പറ്റി ഞങ്ങൾക്ക്. ഈ ബെഡ്ഷീറ്റ് ആരേത് മടക്കി വെച്ചത്? സുസ്മിതേ, വാസ്തവത്തിൽ സുസ്മിത പ്രീതിയുടെ മുറിയിലേക്ക് കയറിപ്പോകുന്നതും അവളെ ബെഡ്ഷീറ്റ് കൊണ്ട് പുതപ്പിക്കുന്നതും പുറത്തേക്ക് പോകുന്നതും ഒക്കെ പൊന്നി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവള് വിളിച്ചു പറഞ്ഞതനുസരിച്ചാ ഞാൻ സുസ്മിതയെ വിളിച്ചത്. അതിനിടെ പൊന്നി സുസ്മിത വിരിച്ചിട്ട ബെഡ്ഷീറ്റ് മടക്കി വെച്ച് പുറത്തു പോവുകയും ചെയ്തു. ഗുഡ്. ഇതൊക്കെ പ്രീതിയുടെ മടങ്ങിവരവിന്
ഒരു പരിധിവരെ സഹായമായെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല. പ്രീതിയുടെ ശബ്ദം ശാലിനി അനുകരിച്ചില്ലെങ്കിൽ തന്നെ താൻ ചെയ്ത കുറ്റത്തിന്റെ ഏക ദൃക്സാക്ഷിയായതിനാൽ വിളിക്കുന്നത് പ്രീതി തന്നെയാണെന്ന് സുസ്മിത ഉറപ്പിച്ചേനെ. ബാക്കി പ്രീതിയുടെ രൂപവും ചിരിയും ഒക്കെ സുസ്മിത തന്നെ മനസ്സിൽ സങ്കല്പിച്ചുണ്ടാക്കിയതാ. പ്രീതിയാണ് തന്നെ വിളിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് സുസ്മിത ഓരോ വട്ടവും അവൾക്ക് മുന്നിൽ നടത്തിയ വെല്ലുവിളികളിൽ തനിക്കെന്തോ അമാനുഷിക ശക്തിയുണ്ടെന്നും ശരീരം കോമയിലാണെങ്കിലും തനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്നുള്ള ബോധം പ്രീതിയുടെ ഉപബോധ മനസ്സിൽ ഉറച്ചു. അതും പ്രീതിയെ എഴുന്നേൽപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ പ്രീതി കോമയിൽ കിടന്നപ്പോ സുസ്മിത പറഞ്ഞതൊക്കെ പ്രീതിയുടെ മനസ്സിലുണ്ടാവില്ലേ ഡോക്ടർ? ഉപബോധ മനസ്സിലല്ലേ ശാലിനി, അത് ബോധ മനസ്സിന് ഓർത്തെടുക്കാൻ കഴിയണമെന്നില്ല. നമ്മുടെ ഉപബോധ മനസ്സിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുഴിച്ചുമൂടപ്പെട്ടിട്ടുണ്ട്. അതിൽ ചിലതാണ് സ്വപ്നങ്ങളായും ദേജാവുമായും ചിലപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോ പ്രീതിക്ക് അതൊന്നും ഓർമ്മിച്ചെടുക്കാൻ കഴിയില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. ഈ മിറക്കിൾ സംഭവിക്കേണ്ടത് ശാലിനിയിലൂടെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മോളെ, എന്തുപറ്റി? ഈ ടോർച്ചർ എനിക്ക് സഹിക്കാൻ വയ്യ ചേച്ചി. നീ കാര്യം എന്താന്ന് പറ. എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ കൈ ഞാൻ ഒഴിഞ്ഞെടുക്കും. ചേച്ചി മുറിയിലിരുന്ന് നീരെ മുടി കെട്ടിക്കൊടുക്കായിരുന്നു. മുറി മൊത്തം വൃത്തികേടായിട്ടിട്ടിരിക്കായിരുന്നു. എനിക്ക് ദേഷ്യം വന്നു ചേച്ചി. ഒന്ന് കണ്ടു നോക്ക് റൂം. ആകെ അലങ്കോലായിട്ടിട്ടിരിക്കുന്ന കണ്ട് എനിക്ക് ദേഷ്യം വന്നു. സംസാരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ വൃത്തികെട്ട നാവ് ഞാൻ വലിച്ച് പുറത്തിടും. നീ വാ. നീ അതിങ്ങ് തന്നെ. ഇല്ല, തരില്ല. ഈ പെണ്ണിന്റെ ഒരു കാര്യം എന്നെ വേണമെങ്കിൽ ഓടിപ്പിടിച്ച്. ഈ പെണ്ണിന് ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റില്ല. മീര, മീര, എന്താ? അയ്യോ, അവന്തിക മേടായിരുന്നോ? ഞാൻ വിചാരിച്ചു. മീര അനഖയും തമ്മി എന്താ പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലല്ലോ. പ്രശ്നമൊന്നും ഇല്ലാത്തോണ്ടാണോ എന്റെ തല പിടിച്ച് ചുവരിലിടിച്ചത്? തല ചുമരിലിടിച്ചെന്നോ? ആര്? എപ്പോ? കുറച്ചു മുമ്പല്ലേ ഇനി അവിടെ വെച്ച് ഇടിച്ചത്. ഓ, അത് അതങ്ങനെ ഇടിച്ചതൊന്നുമല്ല. മതി, എന്തിന്റെ പേരിലായാലും ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട. അത് മാഡത്തിന്റെ അനിയത്തിയുടെ വായിന്ന് പറയാൻ പാടില്ലാത്ത കുറച്ച് വാക്കുകൾ വന്നപ്പോഴേ ഞാനൊന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ചതാ. അത് കൂട്ടിച്ചോദിക്കാൻ വന്നതാണോ? ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറയാം. ഈ പുന്നാര അനിയത്തി ചെയ്യുന്നതിനൊക്കെ ചോദിക്കാൻ നടന്ന് മാഡത്തിന്റെ ഉള്ള വില കൂടി കളയരുത്. ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിലുള്ളവരോടെല്ലാം സ്നേഹവും അതിനപ്പുറം ബഹുമാനവും ഉള്ള ആളാ ഞാൻ. അതില് കുറച്ചെങ്കിലും ഇങ്ങോട്ടും വേണോന്ന് ആഗ്രഹമുണ്ട്. തങ്കം പോലത്തെ മാഡത്തിന് എങ്ങനെ ഇങ്ങനെ ഒരു അനിയത്തി കിട്ടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. മാഡത്തിന് നല്ല തിരക്കായതുകൊണ്ട് ഈ അനിയത്തി ഉപദേശിച്ച് നേർവഴിക്ക് നടത്താനൊന്നും സമയം കിട്ടി കാണൂലല്ലേ? സാരമില്ല, എനിക്ക് സമയമുണ്ട്. ഞാൻ മാഡത്തിന് ഫ്രീ ആയി ഒരു ഉപദേശം തരാം. എന്നെ അടിച്ചു, എന്നെ നുള്ളി, എന്നെ മാന്തി, എന്നെ പിച്ചി, കൊഞ്ഞനം കുത്തിന്നൊക്കെ ഈ കൊച്ചു പറയുമ്പോ അതിന്റെ പുറകെ ഇറങ്ങരുത്. അത് മാഡത്തിന് തന്നെ നാണക്കേടാവും. ചേച്ചി, നിനക്ക് കിട്ടുന്നത് നിനക്ക് മാത്രം ഉള്ളത്. അതിന്റെ പങ്ക് പറ്റാൻ നീ നിന്റെ ചേച്ചിയെ വിളിച്ചോണ്ട് വരരുത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ഉമ്മജി അത് പഠിക്കും.
ഓടിപ്പിക്കും നിന്നെ ഞാൻ, കേട്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മഹിയുടെയും ശ്രേയയുടെയും വിവാഹത്തിന് ഉത്തമമായ തീയതിയും മുഹൂർത്തവും ഞാൻ പിന്നീട് കുറിച്ചു തരാം. ഇപ്പോ ചില തടസ്സങ്ങൾ കാണുന്നു. ആരൂഢം മറയുന്നുണ്ട്. വീട്ടിൽ അനിഷ്ട സംഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. പരിഹാരം എന്തെങ്കിലും ഉണ്ടാവില്ലേ? കർമ്മഫലം അനുഭവിക്കാനുണ്ടെങ്കിൽ അത് ഗ്രഹനിലയിലെ ദോഷപരിഹാരം കൊണ്ട് മാറ്റാനാവില്ല. ഗൗരിയുടെ ആത്മാവിനെ ബന്ധിക്കാൻ വേണ്ടി ചെയ്ത മന്ത്രക്രിയകളൊന്നും ഫലവത്തായില്ല. അവളുടെ ആത്മാവിപ്പോ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുക. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്ന ക്രിയകൾ ചെയ്തതിൽ പിഴവ് വന്നിട്ടുണ്ടാവാം. അങ്ങനെ വരാൻ വഴിയില്ല. സ്വന്തം കൈകൊണ്ടാണോ അതെല്ലാം ചെയ്തത്? ഞങ്ങൾ ഉടനെ തറവാട്ടിലേക്ക് പോവും. ഞങ്ങൾ പോയി കഴിയുമ്പോ താൻ ഇവിടെ ചെയ്യേണ്ട ഒരു ജോലിയുണ്ട്. പറഞ്ഞോളൂ മാഡം, ഞാൻ ചെയ്യാം. അല്ല, അത് മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ അയാളെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാനാവില്ല. ഇതിനുള്ളിലുണ്ട് ആ രക്ഷാതകട്. ഇതുപോലെ തന്നെ കുഴിച്ചിടണം. ശുദ്ധവും വൃത്തിയും നോക്കി കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ ചെയ്താൽ മാത്രം ഫലം കിട്ടുന്ന പ്രത്യേക ക്രിയയായിരുന്നു അത്. രക്ഷ പൊട്ടിച്ചാണ് ഗൗരിയുടെ ആത്മാവ് പുറത്തു വന്നത്. അതിനെ വീണ്ടും ബന്ധിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവോ? എത്ര കടുത്ത ക്രിയ ചെയ്തിട്ടാണെങ്കിലും ആ ആത്മാവിനെ അവിടുന്ന് ഒഴിവാക്കണം. മരിച്ചുപോയവർക്ക് മറ്റൊരു ലോകമുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെ കാര്യത്തിൽ അവരിടപെടാൻ പാടില്ല എന്നല്ലേ? അതെ, ആദ്യം ആത്മാവിന്റെ ശക്തി കുറയ്ക്കണം. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഗൗരിയുടെ കുറച്ച് വസ്തുവകകൾ ഇപ്പോഴും ആ വീട്ടിലുണ്ട്. ആ വസ്തുക്കളാണ് ഗൗരിയുടെ ശക്തി കൂട്ടുന്നത്. ഗൗരിയുടെ വസ്തുവകകളെല്ലാം ആ വീട്ടിൽ നിന്നും മാറ്റിയാലേ ആത്മാവിന്റെ സാന്നിധ്യം ഒഴിയൂ. അതോടെ ആത്മാവിന്റെ ശക്തി നശിക്കും. തുടർന്ന് ക്രിയ ചെയ്ത് ഉച്ചാടനം നടത്തണം. അതോടെ എന്നേക്കുമായി ഗൗരി അവസാനിക്കും. ഗൗരിയുടെ സാധനങ്ങൾ എടുത്തു മാറ്റാൻ മഹിയോ മാളോ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്ത് മരിച്ചവർക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ അവരെ നമ്മൾ മറന്നേ പറ്റൂ. ചിലർക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞാലും മതി. ശരി, അത് ഞാൻ നോക്കിക്കൊള്ളാം. ആ പൂജയ്ക്കുള്ള തീയതി മുഹൂർത്തം കുറിച്ചു തന്നോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മുടെ കുട്ടിക്ക് മരണഭയം വന്ന് വാതിൽക്കൽ നിൽക്കുമ്പോ നമ്മൾ ആരെങ്കിലും മാർക്കണ്ഡേയന്റെ ചരിതം ഓർത്തോ? കാലന്റെ കാലനായ ശിവഭഗവാൻ അവിടെ മാത്രമേ അഭയമുള്ളൂന്ന് ചെറിയ പ്രായത്തിൽ അവൾ പണ്ഡിതനായ ശാസ്ത്രികൾക്ക് ഉപദേശിച്ചു കൊടുത്തില്ലേ? കവിതയ്ക്ക് അമ്മൂന് ഇഷ്ടമല്ല, അതായി പ്രകടനമൊക്കെ. കവിതേ, ഇനിയെങ്കിലും നീ അമ്മൂനെ മനസ്സിലാക്കാൻ നോക്ക്. നിന്റെ കുത്തിത്തിരിപ്പ് കാരണം ഞാൻ അമ്മൂനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. അപശകുനം ആക്ഷേപിച്ച് അവളെ മുന്നിൽ നിന്ന് പോലും മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒരാളെ തിരിച്ചറിയാൻ കഴിഞ്ഞ തിരുത്താനുള്ള മനസ്സ് നമുക്ക് വേണം.
നന്നായിട്ടുണ്ട് വല്യച്ചിയുടെ കുമ്പസാരം. മോൾക്ക് ഈ അവസ്ഥ വരാനുള്ള കാരണം വല്യച്ച് മറന്നു കളയണ്ട. എന്റെ മോൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത് അവളുടെയും ഞങ്ങളുടെയും വിധി. അമ്മുവിന്റെ വിവാഹാൽബം വാങ്ങാൻ പോയിട്ടാ ശ്രീകുട്ടി ആക്സിഡന്റിൽ പെട്ടതെന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? ഈ കുടുംബത്തോട് ശത്രുതയുള്ള ഒരാൾ പുറത്തെവിടെയോ പതുങ്ങിയിരിക്കുന്നത് അമ്മു കാരണമാണോ കവിതേ? എവിടെ വെച്ചായാലും അവർക്ക് ചെയ്യാനുള്ളത് അവര് ചെയ്യും. ഈ വീട്ടിൽ കയറി വന്ന് രണ്ടാമതും ശ്രീകുട്ടിയെ ഈ നിലയിൽ എത്തിച്ചത് അമ്മു കാരണമാണോ? എന്തു വന്നാലും ശ്രീകുട്ടിയുടെ കരുത്തിൽ താലി കെട്ടുമെന്ന നിലപാടിൽ സഞ്ജു ഉറച്ചു നിന്നത് ഇവിടെ എല്ലാവരും കണ്ടതല്ലേ? സഞ്ജുവിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആർക്കെങ്കിലും ധൈര്യം വന്നോ? ജ്യോതിഷൻ പോലും ഉത്തരം പറയാതിരുന്നപ്പോ അതിനൊരു പരിഹാരം പറഞ്ഞത് അമ്മുവാ. ചെയ്ത പരിഹാരക്രിയകളുടെ ഫലം എന്തു തന്നെയായാലും മനസ്സ് കലങ്ങി ആർക്കും ഇനി സഞ്ജുവിന്റെ ശ്രീകുട്ടിയുടെയും വിവാഹത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. നിറഞ്ഞ മനസ്സോടെ തന്നെ ആ വിവാഹം നടത്താം. നീ പറഞ്ഞതെല്ലാം അക്ഷരാർത്ഥത്തിൽ സത്യമാ മോളെ. ഈ കുടുംബത്തിൽ വന്ന ഏറിയ മഹാലക്ഷ്മിയ അമ്മു. അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഏതൊരു വാക്കിനും മറുവാക്കുണ്ടെന്നുള്ള കാര്യം അച്ഛൻ ഓർക്കുന്ന നല്ലതാ. നിന്റെ കാര്യത്തിൽ അത് ഉണ്ട് കവിതേ, നീയും അത് മറന്നു കളയണ്ട. ഇത്രയും കാലം അമ്മു എന്റെ മകളാണെന്ന് പ്രഭ പറഞ്ഞു. ഞാൻ പ്രസവിക്കാത്തവൾ എനിക്കങ്ങനെ മകളാകുമെന്ന് ഞാനും പറഞ്ഞു. എന്നാ കാഞ്ചന ദാ ഇപ്പൊ പറയുന്നു, അമ്മു എന്റെ രണ്ടാമത്തെ മകളാന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളൊക്കെ ആര്? എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഒരു ആക്സിഡന്റ് പറ്റി റോഡിൽ കിടന്ന മുത്തശ്ശിയെ അതുവഴി കാറിൽ വന്ന ഞങ്ങളാ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. മുത്തശ്ശിക്ക് ദാഹിക്കുന്നില്ലേ? കുടിക്കാൻ എന്താ വേണ്ടേ? വെള്ളം വേണം. പിടിച്ചേ മുത്തശ്ശി. മതി. നീ സിസ്റ്റർ കൂട്ടിട്ടോ, നമുക്ക് ഉടനെ പോവാം. മുത്തശ്ശിക്ക് ബോധം തെളിഞ്ഞിട്ട് പോവാന്ന് കരുതി ഞങ്ങൾ കാത്തിരുന്നതാ. എവിടെയാ മുത്തശ്ശിയുടെ വീട്? ഇവരെന്താ ഇങ്ങനെ? ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ആ മുത്തശ്ശി അങ്ങ് ഉഷാറായല്ലോ. എന്താ മുത്തശ്ശിയുടെ പേര്? മുത്തശ്ശിയുടെ നാടും വീടും എവിടാണെന്ന് അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മുത്തശ്ശിയുടെ വീട്ടിലെ വിവരം അറിയിക്കാൻ. എനിക്ക് വീടും ഇല്ല, നാടും ഇല്ല. എനിക്കിപ്പൊ കിടക്കണം. എവിടെ നിന്നാ വന്നതെന്ന് മുത്തശ്ശി ഒന്ന് പറ. നിങ്ങളെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നത് ഇവർ രണ്ടുപേരുവാ. ഇവർക്ക് തിരികെ പോണം. ഇപ്പൊ തന്നെ സമയം ലേറ്റായി. എന്നെ രക്ഷിച്ചു കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞോ? അവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് വിചാരിച്ച പോലായിരുന്നു. അതെ, ഒന്ന് മാറിക്കേ. അയ്യോ പതിയെ. ഞങ്ങൾ എന്ത് ചെയ്യും സിസ്റ്റർ? സമീപത്തെ 1 മണിയായിരിക്കുന്നു. ഇവർക്ക് ബോധം തെളിഞ്ഞ വിവരങ്ങൾ അറിയാന്നല്ലേ ഞങ്ങൾ കരുതിയേ. ഞാൻ പോയി ഡോക്ടറെ കണ്ട് കാര്യം പറയാം. ഇവർക്കെന്തോ കാര്യമായ മാനസിക തകരാറുണ്ട്.
വീടും നാടും ഇല്ലാന്ന് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? വീട് വിട്ട് ഇറങ്ങി പോകുന്നതാവും. മാനസിക പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചതിന് മറുപടി പറയൂ. ചിലപ്പോ മക്കളുമായി പിണങ്ങി വീട് വിട്ട് ഇറങ്ങിയതാവും. വീട്ടിലേക്ക് തിരിച്ചു പോവാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്ത് തന്നെ ആയാലും നമ്മൾ കുടുങ്ങിയില്ലേ? വിവരം അറിയിച്ചിട്ട് പോലീസ് ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ ഹോസ്പിറ്റലായിരുന്നു നമ്മളെ വിടാനും പോകുന്നില്ല. ഷോ, ദേഷ്യപ്പെടാതെ നിങ്ങളൊന്ന് പുറത്തിരിക്കെ. ഞാൻ സ്നേഹത്തോടെ ചോദിച്ചു മനസ്സിലാക്കാം. ഓ, ഇന്ന് രാത്രി ഹോസ്പിറ്റലിൽ വരാൻ കഴിച്ചുകൂട്ടാൻ തന്നെയാ യോഗം. ആ ശാസ്ത്രികൾ എന്റെ കയ്യിൽ കിട്ടണം. എനിക്ക് നിന്നെ പോലൊരു മോളുണ്ടായിരുന്നു. ഇപ്പൊ മോളില്ലേ? ഓർമ്മയില്ല. അവളെവിടെ പോയെന്ന് ഓർമ്മയില്ല. അവള് പോയി. എല്ലാരും പോയി. എനിക്കാരുമില്ല. ആരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗോപിയേട്ടാ, എന്റെ ഈ സ്പർശം അറിയുന്നുണ്ടോ? എന്റെ ഈ സാന്നിധ്യം അറിയുന്നുണ്ടോ? എന്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലേ? ഞാനുണ്ടായിരുന്നെങ്കിൽ ഗോപിയേട്ടൻ ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. ഗോപിയേട്ടൻ വിചാരിക്കുന്നത് പോലെ എന്റെ മരണം ഒരു ആക്സിഡന്റ് അല്ല ഗോപിയേട്ട. അതൊരു കൊലപാതകമാണ്. എന്നെ ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കിയവരെയും ഗോപിയേട്ടനെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചവരെയും വിശാലിനെ കൊത്തി വീഴ്ത്താൻ കാത്തിരിക്കുന്ന കഴുകന്മാരെയെല്ലാം പാർവതി കണ്ടെത്തും ഗോപിയേട്ട. അതിനുശേഷേ എന്റെ ആത്മാവ് ഈ ഭൂമി വിട്ടു പോകും. അച്ഛൻ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛൻ. എനിക്ക് അച്ഛന്റെ ഈ കിടപ്പ് കാണാൻ വയ്യ. എന്റെ അച്ഛനെ ആ പഴയ പ്രതാപത്തോടെ കാണാൻ ഞാൻ ഇനി എത്ര നാളാ കാത്തിരിക്കേണ്ടത്? അച്ഛന് ഓർമ്മയുണ്ടോ ഞാനും അമ്മയുള്ള ആ നല്ല കാലം? നമ്മള് ഡാർജിലിംഗിൽ പോയത് അച്ഛൻ ഓർമ്മയുണ്ടോ? ആപ്പിൾ തോട്ടത്തിനിടയിലൂടെ 3 പേരും ഒരു പുതപ്പിനുള്ളിൽ കെട്ടിപ്പിടിച്ച് നടന്നതൊക്കെ ഓർമ്മയുണ്ടോ? എന്തൊരു തണുപ്പായിരുന്നല്ലേ അച്ഛ. പിന്നെ നമ്മൾ നിലമ്പൂർ കോവിലത്ത് പോയത് ഓർമ്മയില്ലേ? പിന്നെ നമ്മൾ കാർഡ്സ് കളിച്ചപ്പോ, അച്ഛൻ കള്ളക്കളി കളിച്ചപ്പോ അമ്മ അച്ഛന്റെ ചെവിക്ക് പിടിച്ചത് ഓർമ്മയില്ലേ? എന്ത് രസമായിരുന്നല്ലേ ആ കാലം. അമ്മ നമ്മളെ വിട്ടു പോയപ്പോ അച്ഛൻ അച്ഛന്റെ എല്ലാ ബിസിനസ് തിരക്കുകൾക്കിടയിലും എന്നെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി. ഇന്ന് അച്ഛൻ എല്ലാ തിരക്കുകൾക്കിടയിൽ നിന്നും ഒഴിഞ്ഞു മാറി കിടക്കുന്നത് കാണുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല അച്ഛൻ. എന്റെ അമ്മ ഇന്നുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോവാ. അമ്മ ഇവിടെ തന്നെയുണ്ട്. അമ്മയെല്ലാം കാണുകയും കേൾക്കുന്നുമുണ്ട്.
എന്റെ പൊന്നുമോനെ, അച്ഛനോടുള്ള നിന്റെ ഈ സ്നേഹം കാണുമ്പോ സന്തോഷം കൊണ്ട് അമ്മയുടെ മനസ്സ് നിറഞ്ഞു. നിന്റെ ഈ സ്നേഹം അനുഭവിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോ കണ്ണു നിറയുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് പിടിക്കോ. സൂക്ഷിച്ച് നടക്കണ്ടേ, ഇത് റോഡല്ലേ. ഞാനിപ്പോ കണ്ടില്ലായിരുന്നെങ്കിലോ. എന്തുണ്ടാവാനാ മോളെ, ചത്തുപോവും അത്ര തന്നെ. എത്രയോ നായ്ക്കൾ വണ്ടിയിടിച്ച് ചാവുന്നു, അതുപോലെ ഈ കിളവനും. അങ്ങനെ നടക്കാതിരിക്കാനല്ലേ ഞാൻ വന്നത്. അല്ല, നിന്റെ പേരെന്താ മോളെ? പാർവതി. പാർവതി, സാക്ഷാൽ ശ്രീ പാർവതി ദേവിയുടെ പേര്. മുത്തശ്ശൻ എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ? ലക്ഷ്യമില്ലാത്ത യാത്രയാ കുഞ്ഞെ. അന്ധനായ എനിക്ക് മുന്നിലുള്ള വഴികളെല്ലാം ഇരുട്ടല്ലേ, കൃത്യമായി പോകാൻ ഒരിടവില്ല. അപ്പോ എവിടെന്നാ വരുന്നത്? ഞാൻ വരുന്നത് ഒരു വിശേഷപ്പെട്ട സ്ഥലത്തുനിന്നാ, സെൻട്രൽ ജയിലിൽ നിന്നാ. എന്റെ ദേവി, ഒരു കുറ്റവാളിയാണല്ലോ ഞാൻ രക്ഷിച്ചത്. എനിക്ക് പേടിയാവുന്ന എന്റെ ഉദയനൂരമ്മ. പക്ഷേ കണ്ടിട്ടൊരു കുറ്റവാളിയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാഴ്ചയില്ലാത്ത ഈ പാവം എന്തു കുറ്റം ചെയ്തിട്ടുണ്ടാവുക? എന്നെ പോലെ ആരോരും ഇല്ലാത്തവർക്ക് ഉദയന്നൂരമ്മ മാത്രമാണ് തുണ. ഉദയനൂരമ്മയോ? മുത്തശ്ശനും ഉദയനൂരമ്മയുടെ മേലെ വിശ്വാസമുണ്ടോ? ഉദയനൂർ ദേവി എത്ര ശക്തിയുള്ളവളാന്നറിയോ? മുത്തശ്ശന്റെ സ്ഥലം ഉദയനൂരാണോ? അല്ല, ഉദയന്നൂരമ്മയെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. അല്ല, മോള് ഉദയന്നൂരിൽ നിന്നാണോ? ആ, ഞാൻ അവിടെയാ ജനിച്ചതും വളർന്നതും ഒക്കെ. എന്റെ നാട് ഉദയനൂര്. എന്റെ ഭർത്താവായ വിശാൽ സാറിന്റെ വീട് ഇവിടെ അടുത്താ. ഗോപിനാഥ് സാറിന്റെ മരുമോളാ ഞാൻ. അല്ല, ആരാന്നാ പറഞ്ഞത്? ഗായത്രി എന്ന പേരുള്ള വലിയ വലിയ കമ്പനികളൊക്കെ ഇല്ലേ, അതിന്റെ ഉടമസ്ഥന്റെ ഭാര്യയാ ഞാൻ. അപ്പോ ഗായത്രി അമ്മയുടെ മരുമോളാണോ ഈ പാർവതി? അല്ല മോളെ പാർവതി, നിന്റെ ഭർത്താവിന്റെ അമ്മയുടെ പേരെന്താ? എന്റെ ഭർത്താവിന്റെ അമ്മയുടെ പേര് പ്രഭാവതി എന്നാ അവര് വിശാൽ സാറിന്റെ വളർത്തമ്മയാ. യഥാർത്ഥ അമ്മയുടെ പേര് ഗായത്രി ദേവി. പാവം, മരിച്ചുപോയി. മുത്തശ്ശ, ഞങ്ങളുടെ കുലദൈവവും ഉദയനൂർ ദേവി തന്നെയാ. മുത്തശ്ശന് വിരോധമില്ലെങ്കിൽ എന്റെ ഒപ്പം പോയിരുന്നോ? ഞാൻ നല്ലപോലെ നോക്കിക്കോളാം. അത് വേണ്ട മോളെ. അങ്ങനെ പറഞ്ഞ പറ്റില്ല. മുത്തശ്ശൻ എന്റെ കൂടെ വന്നേ പറ്റൂ. മടിക്കണ്ട മുത്തശ്ശ, എന്റെ ഒപ്പം പോരൂ. എന്റെ ഭർത്താവ് നല്ല മനുഷ്യനാ, എതിരൊന്നും പറയില്ല. മടിച്ചു നിൽക്കാതെ വാ, നമുക്ക് പോവാം. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവർക്കെതിരെ യുദ്ധം ചെയ്യാൻ അർജുനന് തേര് തെളിയിച്ച ഭഗവാൻ കൃഷ്ണനെ പോലെ എനിക്കൊരു തേരാളിയായി പാർവതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, പിന്നെ അഖില് ശ്യാമയുടെ തലമുടിയില് കുന്തിരിക്കും പോയിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. ആദ്യമായിട്ട് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, പക്ഷെ അഖിൽ അവളെ സന്തോഷിപ്പിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. ഒക്കെ കൂടെ കേട്ടപ്പോ എനിക്ക് ഭ്രാന്ത് വന്നതുപോലെ തോന്നിയമ്മേ. അമ്മ പറ, അമ്മയുടെ മനസ്സിൽ ആരെങ്കിലും ഇതുപോലെ ഏഷണി പറഞ്ഞ അമ്മയും ഞാൻ പെരുമാറിയതുപോലെ തന്നെ പെരുമാറില്ലേ? അല്ല, അത്
കണ്ടോ, അമ്മ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അമൃത പറഞ്ഞതൊക്കെ സത്യമാണോ? ഐശ്വര്യ ഇങ്ങനെയൊക്കെ അമൃതയോട് സംസാരിച്ചിരുന്നോ? പക്ഷെ അമ്മ, ആ കാരണം കൊണ്ടൊന്നും അല്ല ഇവര്. ചോദിച്ചതിന് ഉത്തരം പറ ഐശ്വര്യ. അമൃതയോട് ഐശ്വര്യ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോന്ന്? ശ്യാമയോട് അമൃതയ്ക്ക് ദേഷ്യം ഉണ്ടാവുന്ന തരത്തിൽ ഏഷണി പറഞ്ഞു പിടിപ്പിച്ചോന്ന്? പറ ഐശ്വര്യ, വാ തുറന്ന് പറ, എല്ലാവരും കേൾക്കട്ടെ. പറഞ്ഞ ഓരോ വാചകങ്ങളെ എന്റെ മനസ്സിലുണ്ട്. ഐശ്വര്യടുത്തി, അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും അറിയണം. ഐശ്വര്യടുത്തിയല്ലേ അമൃതയെടുത്തിയ ശ്യാമയും തമ്മിൽ തെറ്റിച്ചത്? ആ, അത് ശരി. ഇപ്പൊ വാദി പ്രതിയായോ? അമ്മ, ഞാൻ പറഞ്ഞെന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഇടയില്... ഐശ്വര്യ കൂടുതൽ സംസാരിക്കണ്ട. ഇനി അമ്മയുടെ അടുത്ത സംശയം കൂടി ഞങ്ങൾ മാറ്റിത്തരാം. ആ, ഞങ്ങള് ഇപ്പൊ പോയത് അമ്പലത്തിലാ. ജോത്സ്യം പറഞ്ഞിരുന്നല്ലോ 1 വർഷത്തേക്ക് ഇനി കല്യാണം നടത്താൻ പാടില്ലെന്ന്. അതിന്റെ ഒരു വിഷമം ശ്യാമയ്ക്കുണ്ട്, എനിക്കുമുണ്ട്. അതിനൊക്കെ ആയിട്ടാ ഞങ്ങള് അമ്പലത്തിൽ പോയത്. അവിടെ പോയി തൊഴുതു കഴിഞ്ഞപ്പോ ശ്യാമയ്ക്ക് കുറച്ച് സമാധാനം കിട്ടി. എന്നാ ഇതൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞിട്ട് പോയിക്കൂടെ? ജോത്സ്യം വന്ന് ഓരോന്ന് പറഞ്ഞതു മുതൽ എന്റെ മനസ്സങ്ങ് ഒലഞ്ഞു നിൽക്കുക. ഒരു സ്ത്രീയുടെ കണ്ണീര് ഈ കുടുംബത്തിൽ വീണു എന്നൊക്കെ പറഞ്ഞത് എന്റെ മനസ്സിൽ കിടന്ന് മുഴങ്ങുക. അമ്മേ, അതൊക്കെ ജോത്സ്യന്മാര് പറയുന്നതല്ലേ, എല്ലാ കാര്യങ്ങളും അങ്ങനെ വിശ്വസിക്കരുത്. ഞാനും അങ്ങനെയൊക്കെ മനസ്സിനെ വിശ്വസിപ്പിക്കുക. ഐശ്വര്യടുത്തി, ഒരു മിനിറ്റ്. സർ റൂമിലേക്ക് പൊയ്ക്കോ, ഞാനിപ്പോ വരാം. രണ്ടുപേരും കൂടെ നൈസായിട്ട് എന്നെ പ്രതിയാക്കിയല്ലേ? ഇതിനെയാ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് പറയുന്ന. ഇനി ഒരു കാര്യം കൂടി പറയാം. നീ സംശയിച്ചില്ലേ ഞങ്ങൾക്കിടയിൽ എന്തോ രഹസ്യമുണ്ടെന്ന്? സത്യ, ഒരു ന്യൂക്ലിയർ ബോംബ് തന്നെയുണ്ട്. നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നീ കണ്ടുപിടിക്കും. വാ. അത് ശരി, അപ്പൊ കൂട്ടായിട്ട് കള്ളക്കളി കളിക്കാണല്ലേ? ശരിയാക്കി തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിസ്മയെ ഇന്ന് സോങ് ഫെസ്റ്റിൽ പാടാൻ വിളിച്ചിരുന്നു. ചാർമിളെ കിട്ടാത്തതുകൊണ്ട് വ്യക്തമായ ഒരു മറുപടി കൊടുത്തില്ല. ഏതായാലും ചാർമിള വന്നല്ലോ, ഇന്ന് വൈകുന്നേരത്തെ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. അപ്പൊ ചാർമിളയ്ക്ക് അതിന്റെ രീതികളൊക്കെ മനസ്സിലാവുകയും ചെയ്യും. അതെ, ചാർമിള ഒന്ന് ഫ്രഷ് ആയിക്കോളൂ. ഞാനപ്പോ അവരെ വിളിച്ച് വിവരം പറയാം ഞാൻ പാടാൻ വരുന്നുണ്ടെന്ന്. ഈശ്വര, ഞാൻ കെണിയിലായല്ലോ. ഞാൻ വീട്ടിൽ പോയി റെഡിയായി വരാം. വേണ്ട മോളെ, ഇനിയും ചിലപ്പോ മോളെ വിളിക്കുമ്പോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടാവും. ഇവിടുന്ന് തന്നെ അങ്ങ് പോയാ മതി. അല്ല, ഞാൻ റെഡിയായി വരാം. ജഗൻജി പറഞ്ഞത് കേട്ടില്ലേ? ഇനി ഒരിടത്തേക്കും പോണ്ട, ഇവിടുന്ന് പോയി പാടാം. ഇല്ല, അത് പറ്റില്ല. പറ്റില്ലേ? എന്തുകൊണ്ട് പറ്റില്ല? നീ വിസ്മയ്ക്ക് വേണ്ടിട്ട് പാടിയിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. മോളെ, ആ പാട്ടൊന്ന് കൊടുക്ക്, പാടി റിഹേഴ്സൽ ചെയ്തു വരട്ടെ. മോളെപ്പോലെ ഒരു ഗായികയ്ക്ക് വലിയ റിഹേഴ്സലൊന്നും വേണ്ട. എന്നാലും നിങ്ങൾ തമ്മിലൊന്ന് സിങ്ക് ആവണമല്ലോ. മോളൊന്ന് പാടി നോക്ക്. അല്ല, അത് ഞാൻ പാടാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീട്ടിൽ ചെന്നൊന്ന് ഫ്രഷായി വന്നിട്ട് പാടാം. അതെ, പാടിക്കോളൂ. ഏതായാലും കൃഷ്ണ തുളസിയുടെ പാട്ട് ഞങ്ങൾ നേരിട്ട് കേക്കട്ടെ. പാടുകുട്ടി.
അല്ല അത് എന്തു പറ്റി? എനിക്ക് പാടാൻ തൊണ്ടയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ട്. തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ടോ? പാടാനാ പറഞ്ഞത്. എനിക്ക് പാടാൻ അറിയില്ല. എന്തുവാ പറഞ്ഞേ? പാടാൻ അറിയില്ലെന്നോ? അതെ, എനിക്ക് പാടാൻ അറിയില്ല. നീ എന്തുവാ പറ്റിക്കുവാന്നോ? പാടറേ അങ്ങോട്ട്. ഞാൻ പറഞ്ഞത് സത്യോ? എനിക്ക് പാടാൻ അറിയില്ല. കൃഷ്ണ തുളസി ഞാനല്ല. എന്താടി പറഞ്ഞ? ജഗൻ വേണ്ട, നീ തമാശ പറഞ്ഞതല്ലേ? അല്ല, സത്യോ? ഞാനല്ല കൃഷ്ണ തുളസി. എനിക്ക് പാടാൻ അറിയില്ല. നീ അല്ലെങ്കിൽ പിന്നെ ആരാ കൃഷ്ണ തുളസി? സത്യം പറയണം. എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. എന്നോടൊരാൾ പറഞ്ഞതനുസരിച്ച് ഞാൻ കൃഷ്ണ തുളസിയായിട്ട് അഭിനയിക്കുമായിരുന്നു. ആരാ നിന്നോട് കൃഷ്ണ തുളസിയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞത്? എനിക്കറിയില്ല. നിന്നെ കൃഷ്ണ തുളസിയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞ ആളിനെ നിനക്കറിയില്ലെന്ന്? ആളാരാണെന്ന് പറയാതെ നിന്നെ പുറത്ത് വിടുന്നു നീ കരുതണ്ട. പറയാൻ. ജഗൻജി വേണ്ട. ഇതൊരു ഇഷ്യൂ ആക്കണ്ട. നാട്ടുകാരറിഞ്ഞ കുഴപ്പം നമുക്ക് തന്നെയാ. എനിക്ക് സംശയം കൂടുക. ശ്യാമ തന്നെ ആവണം കൃഷ്ണ തുളസി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പറഞ്ഞാലല്ലേ അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോന്ന് നോക്കാൻ പറ്റൂ. എന്നോട് പറ, എല്ലാം തുറന്നു പറ. നമുക്ക് നോക്കാം എന്തെങ്കിലും പരിഹാരം ഉണ്ടോന്ന്. പറയാം. ഡിഗ്രി കഴിഞ്ഞ ഞാൻ UK പഠിക്കാൻ പോകുന്നത്. അപ്പോഴാ ആനന്ദിനെ പരിചയപ്പെടുന്നതും. ആദ്യം തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു. പിന്നെ ഇഷ്ടം, പ്രണയം. പെട്ടെന്ന് ഞങ്ങൾ ഒരുപാട് അടുത്തു കഴിഞ്ഞു. പഠിപ്പ് കഴിഞ്ഞാൽ അച്ഛനോട് പറഞ്ഞ് വിവാഹം കഴിക്കാന്നൊക്കെ അന്നേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നതാ. എന്നിട്ട് എന്തു പറ്റി? അച്ഛൻ എതിർത്തോ? ഇല്ല ചേച്ചി, എന്റെ ഒരു ആഗ്രഹത്തിനും അച്ഛൻ എതിര് നിൽക്കില്ല. അതെനിക്കറിയാം. അമ്മയില്ലാതെ വളർത്തിയത് അച്ഛൻ എന്നെ. കൊള്ളാം, എല്ലാം പോസിറ്റീവായ കാര്യങ്ങൾ. പിന്നെ എന്തു പറ്റി ആ ബന്ധത്തിന്? അത് ചേച്ചി, അവൻ ഒന്നാന്തരം ഒരു അഭിനേതാവായിരുന്നു. എന്റെ മുന്നിൽ ഒരു നിഷ്കളങ്കനായും സദ്ഗുണ സമ്പന്നനായും ഒക്കെ അവൻ അഭിനയിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ അവനൊരു കൊള്ളരുതാത്തവനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞതേയില്ല. ഒരേ സമയം എന്നെ പോലെ പല കാമുകിമാരും അവനുണ്ടായിരുന്നു. പിന്നെ മദ്യപാനവും മയക്കുമരുന്നും ചൂതുകളിയും കൊട്ടേഷൻ എടുക്കലും. He was a real troublemaker, a bad guy. ഞാനത് തിരിച്ചറിഞ്ഞത് വളരെ വൈകിയ. ശരി. ഇതൊക്കെ ഒരു പെൺകുട്ടിക്ക് തന്റെ കാമുകനെ തള്ളിക്കളയാൻ പോകുന്ന മതിയായ കാരണങ്ങൾ തന്നെയാ. ഈ കാരണങ്ങൾ കൊണ്ട് രാധ പിന്നീട് അവനെ ഒഴിവാക്കി, അല്ലേ? അതെ ചേച്ചി, ഒഴിവാക്കേണ്ടി വന്നു. അതാണ് സത്യം. നോ പ്രോബ്ലം രാധേ, അത് നന്നായെന്നേ ഞാൻ പറയൂ. സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് പെൺകുട്ടിയും നീ ചെയ്തത് തന്നെ ചെയ്യൂ. പക്ഷേ ഈ ആത്മഹത്യാശ്രമം എന്ത് കാരണത്തിലാണെന്ന് മാത്രം വ്യക്തമായില്ല. അത് പറയൂ. ഇപ്പൊ അവൻ എന്നെ വല്ലാതെ പ്രഷർ ചെയ്യുന്നു ചേച്ചി. പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പാർക്കിലും തിയേറ്ററിലും ബീച്ചിലും ഒക്കെ പോയിട്ടുണ്ട്. സെക്സ് അല്ലെങ്കിലും ഇഴുകിച്ചേർന്ന് ഇടപഴകിയിട്ടുമുണ്ട്. അതിന്റെയൊക്കെ ഫോട്ടോകളും വീഡിയോകളും അവന്റെ കയ്യിലുണ്ട്. അത് വെച്ച് അവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാ. ഇപ്പോ അവൻ എന്താ ആവശ്യപ്പെടുന്നത്? അടുപ്പമുണ്ടായിരുന്ന കാലത്തൊക്കെ ഞാൻ അവന് ഒരുപാട് പണം കൊടുത്തിട്ടുണ്ട്.
അവനുമായി യോജിച്ചു പോകാൻ കഴിയില്ലെന്ന് ഞാൻ തുറന്നു പറഞ്ഞപ്പോ അവൻ വലിയൊരു തുക ആവശ്യപ്പെട്ടു, ലൈക്ക് എ കോമ്പൻസേഷൻ. എന്നിട്ട് അച്ഛനോട് ചില നുണകൾ പറഞ്ഞ് ആദ്യമൊക്കെ പണം ഉണ്ടാക്കി ഞാൻ അവന് കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പോ അതിന് ബുദ്ധിമുട്ടാ. അതോടെ അവൻ തന്റെ എക്സ്ട്രീം ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പൊ പണം കൂടാതെ അവൻ നിന്റെ ശരീരവും ചോദിക്കുന്നു. എന്താ ശരിയല്ലേ? അതെ ചേച്ചി, വിവാഹത്തിന് മുൻപ് അവൻ പറയുന്ന സ്ഥലത്തെത്തി അവനോടൊപ്പം കഴിയണമെന്ന് അവന്റെ ആവശ്യം. ഒപ്പം 2 കോടി രൂപ ക്യാഷും. ഞാൻ അതിനൊന്നും തയ്യാറല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എന്റെ വീഡിയോ പുറത്തു വിടുമെന്ന ഭീഷണി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ എന്റെ അച്ഛൻ എന്തുമാത്രം അപമാനം ഉണ്ടാവുമെന്ന് ആലോചിച്ചു നോക്ക്. സ്വസ്ഥമായി പിന്നെ എനിക്ക് ജീവിക്കാനാവോ? അതൊക്കെ വിചാരിച്ചിട്ടാ ചേച്ചി ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.